അമ്മായി അമ്മയും മരുമകളും തമ്മിൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് വീടുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പലപ്പോഴും പല ആളുകളും പല വീട്ടിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അമ്മായി അമ്മയും മരുമകളും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന വീടുകളുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, അമ്മായി അമ്മയെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അവർ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ളതൊക്കെ അവർ പറയും. അവർക്ക് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ ഉള്ളതൊക്കെ അവർ തുറന്നു പറയും. ഇത് ഉൾക്കൊള്ളാൻ പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വീട്ടിൽ കലുഷിതമായ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നീറി ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. ഈ അവസരത്തിൽ ഭർത്താവിന്റെ പിന്തുണ മസ്റ്റാണ്. ഭർത്താവിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടിക്ക് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ പക്ഷം ആ ബന്ധം, ആ വീട്ടിൽ നല്ലൊരു ബന്ധം നിലനിൽക്കില്ല. നരക തുല്യമായ ഒരു ജീവിതമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരു നിലക്കും ഒത്തുപോകാത്ത ആളുകളാണെങ്കിൽ ഒരു വാടക വീടിൽ പോകുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ഒത്തുപോകുന്നില്ല, ഒരു നിലക്കും ഒത്തുപോകാത്തതാണെങ്കിൽ നിങ്ങൾ മറ്റൊരു വാടക വീട്ടിൽ പോകാൻ തയ്യാറാകണം. അത് സമൂഹത്തെ പേടിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കരുത്. അതൊരു മോശം കാര്യമല്ല, അത് സമൂഹം ചിത്രീകരിച്ചതാണ്. കാരണം എല്ലാ ആളുകളും തമ്മിൽ ഒത്തുപോകില്ല. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം നിൽക്കുക. അല്ലാത്തവർ മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് മാറേണ്ടത് അനിവാര്യമാണ്. സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് രോഗിയായി മാറും. എനിക്ക് പറയാനുള്ള അത് മാത്രമാണ്. ആ വീട്ടിൽ കലഹം തുടങ്ങി നിങ്ങൾ എല്ലാവരും വലിയ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ വിശേഷമുണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെ എത്രയോ ഡൈവോഴ്സുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ കാരണമായിട്ട് പറയുന്നത്? അമ്മ അല്ലെങ്കിൽ ഉമ്മ ഞങ്ങളൊന്നും സമ്മതിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നിനും സ്വാതന്ത്ര്യം തരുന്നില്ല, ഒരു TV വരെ ഓണാക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കാരണമായിട്ട് പറയാറുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രായമുള്ളവർ അങ്ങനെയാണ്, അവരെ മാറ്റാനാവില്ല. ഉമ്മമാരെയും അമ്മമാരെയും ഒന്നും മാറ്റാനാവില്ല. അവരുടെ സംസ്കാരം എങ്ങനെയാണ്, അവർ പഴയ കാലത്ത് ശീലിച്ചത് എങ്ങനെയാണ്, മനസ്സിലൊന്നും ഉണ്ടാകില്ല അവരുടെ. അവർ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നു പറയും. അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർ നിൽക്കുക, അല്ലാത്തവർ സമാധാനത്തിൽ മറ്റൊരു വീട്ടിലേക്ക് പോകും. ആൾക്കാർ പലതും പറയും. ആളുകൾ പറയും, ഒരുപക്ഷെ അവൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി, അവൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കും. ഇതൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണോ, നിങ്ങൾ പരസ്പരം ഒത്തുപോവുകയാണെങ്കിൽ മാത്രം, നിങ്ങളുടെ മാതാവും നിങ്ങളുടെ ഭാര്യയും നല്ല രീതിയിൽ ഒത്തുപോകുന്നെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ മാറി താമസിക്കണം. ചിരിക്കുന്നവർ 2 ദിവസം ചിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം ചിരിക്കും. അതിനപ്പുറമൊന്നും അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർത്ത് നിൽക്കലല്ല പണി. ഇത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചങ്ങ് നിന്നോളണം, എന്ത് പറയുന്നത് കേട്ടാലും സഹിച്ചങ്ങ് നിന്നോളണം എന്ന ഒരു ചിന്താഗതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം കഴിച്ച് വരുന്ന പെൺകുട്ടികളും മനുഷ്യരാണ്, അവർക്ക് വേദനയുണ്ട്. ആളുകളുടെ മുമ്പിൽ പരിഹാസം സഹിക്കാതിരിക്കുമ്പോൾ അവരും ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും അമ്മായിയമ്മമാർ മനസ്സിലാക്കാറില്ല. അവരവരുടെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നു പറയും. അങ്ങനെ തീരെ അറിയാത്തവരല്ലോ ഇത് കേൾക്കുന്ന അമ്മായിയമ്മമാരൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾക്കും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്.
നിങ്ങളും മരുമകളായിട്ട് വീട്ടിൽ വന്നവരാണ്. ആ സമയത്ത് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കുത്തുവാക്കുകൾ. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചവരാണ്. ഇതേ അനുഭവം മറ്റുള്ളവർക്ക് നൽകണമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഇത് സത്യത്തിൽ നിങ്ങളോട് അവർക്ക് വെറുപ്പാണ് ഉണ്ടാകുന്നത്. സ്വന്തം മക്കളെ പോലെ കാണുമോ, സ്വന്തം മകളെ പോലെ കാണുമോ? ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. മരുമകൾ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്ന് പറയുന്ന എന്തോ വലിയ സംഭവം. സ്വന്തം മക്കളെ പോലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് നിങ്ങൾ ശീലിച്ചു നോക്കൂ. എന്തൊരു രസമായിരിക്കും ആ കുടുംബജീവിതത്തിൽ, എന്തൊരു ഹാപ്പി ആയിരിക്കും. ഇന്ന് പല പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ മടിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ അതിന്. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടും കേട്ടും അവർ മടുത്തുപോയി. അവർക്ക് ജീവിതമാണ്. അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. മറ്റൊരു ജോലി ആയതിനു ശേഷം അവർക്ക് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ ഇതൊക്കെ കേട്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇനിയുള്ള കാലം കഴിഞ്ഞാൽ കുറെ പെൺകുട്ടികളൊന്നും വിവാഹമേ കഴിക്കുമോ എന്ന് നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ഫ്രണ്ട്ഷിപ്പിലൂടെ ജീവിക്കേണ്ട കാലമാണ്. ആ പഴയ കാലത്ത് പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. അതൊന്നുമല്ല ഇനിയുള്ള കാലം. ഇങ്ങനെ നിങ്ങൾ ജീവിച്ച് ശീലിച്ചു നോക്കൂ. വല്ലാത്ത ഹാപ്പി ആയിരിക്കും ആ ജീവിതത്തിന്. വല്ലാത്ത ഒരു രസമായിരിക്കും. അതുപോലെ തന്നെ ചില പ്രവാസികളൊക്കെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം അവർക്ക് ജോലിഭാരം ഒരു ഭാഗത്ത് അവർക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ. ഇങ്ങനെ നീറി ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. ആത്മഹത്യ വരെ നടക്കുന്നു. മരുമക്കൾ ഈ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് ആത്മഹത്യ വരെ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മമാരോടും മരുമക്കളോടും ഭർത്താവിനോട് എല്ലാവരോടും പറയാനുള്ളത്, നല്ലൊരു കുടുംബജീവിതം നയിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഹാപ്പി. അല്ലാതെ പണമുണ്ടായത് കൊണ്ട് മാത്രം ജീവിതമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കലാണ്. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ ശീലിക്കൂ. അങ്ങനെ ജീവിക്കലാണ് ജീവിതം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.